ഞാനിപ്പോൾ നിൽക്കുന്നത് റോസ് ഗാർഡൻ്റെ എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ വ്യൂസൊക്കെ എല്ലാം ഒന്ന് കാണാം. വളരെ മനോഹരമായ വ്യൂസാണ് കേട്ടോ അതിനുള്ളത്. നമുക്ക് കുറച്ച് പൂകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന നിർമ്മിതികളെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെ ഭംഗിയോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും സിസ്റ്റമാറ്റിക്കായിട്ടും ഇതിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെയധികം ഭംഗിയോടുകൂടിയാണ് ഇതിനെ പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ പൂക്കൾ വാടിയിട്ടുണ്ട്, 2-3 ദിവസം ആയതുകൊണ്ടായിരിക്കാം പൂക്കൾ വാടിയിട്ടുണ്ട്. പക്ഷേ അതിനൊരു ഭംഗിയുണ്ട് എന്തെല്ലാം. ഇനി അങ്ങോട്ട് കാണുന്നത് എല്ലാം പല തരത്തിലുള്ള, പല ഷേപ്പിലുള്ള, പല കളറിലുള്ള റോസ് പൂക്കളാണ്. അതും ഭംഗിയോടുകൂടി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പലതും വളർന്നിട്ടില്ല, കുറച്ച് മാത്രമേ വളർന്നിട്ടുള്ളൂ. പക്ഷെ എങ്കിലും അത് ഭംഗിയുണ്ട് കാണാനും. ഇനി കുറച്ച് പ്രകൃതിയെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടത്തെയുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഇതൊക്കെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നത് എത്രത്തോളം നീറ്റ്നെസ്സും ചിട്ടയോടുകൂടിയും ഇതിനെ ക്രമമായ രീതിയിൽ അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ആ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിനെയും ഇത് കൈകാര്യം ചെയ്യുന്നവരെയും സംബന്ധിച്ചേ പറ്റും. ഇത് മുകളിൽ നിന്നും താഴേക്ക് എടുക്കുന്ന ഒരു സീനറിയാണ് കേട്ടോ. നമ്മൾക്ക് മുകൾ ഭാഗത്തു നിന്നും താഴ്ഭാഗം കംപ്ലീറ്റും കവർ ചെയ്യുന്ന ഒരു വളരെ മനോഹരമായ ഒരു നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ആണിത്. അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാവുന്നൊരു കാഴ്ചയാണിത്. അവിടെയും റോസ് പൂ തന്നെയാണ്, പക്ഷെ അത് കുറച്ച് വെറൈറ്റി ആയ റോസ് പൂവാണ്. കാണാൻ ഭംഗിയുള്ള പലതരം കളേഴ്സുള്ള റോസ് പൂ കാണാൻ കഴിഞ്ഞു അവിടെ. I'm feeling so
അവസാനം പുറത്തേക്ക് പോകുന്നൊരു വഴിയാണ്. നാച്ചുറൽ ബ്യൂട്ടി കിട്ടുന്നതിന് വേണ്ടി എടുത്തതാണ് ഒരു വീഡിയോ.